അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷയോട് പറയാണ്, ആയിഷ, നിനക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ ദുആ ചെയ്തു, പക്ഷേ ഈ ദുആയല്ല, ഈ പ്രാർത്ഥന ഞാൻ എല്ലാ നിസ്കാരത്തിലും എന്റെ സമുദായത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. അടിമ്പായി എന്ന് പറയുന്ന ഈ ചടേക്കാൽ എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന ഓരോ ഉമ്മത്തിനും ഓരോ മുസ്ലിമിനും വേണ്ടി അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുവേ പുറത്തു കൊടുക്കണമെന്ന്. ഇനി ആലോചിക്ക്, ആർക്ക് വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിന്റെ സമയം നമ്മൾ ചെലവഴിക്കേണ്ടത്? ഇന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞതു മുതൽ ഈ രാത്രി അർദ്ധരാത്രിയിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം വരെ ഈ ഹബീബിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു ചെറുപ്പക്കാരാ? ലിക്കാർക്ക് വേണ്ടി ശബ്ദിച്ചിട്ടുണ്ടല്ലോ, ഒരുപാട് സമയം വാട്സപ്പിലും ഫേസ്ബുക്കിലും നമ്മൾ ചെലവഴിച്ചിട്ടുണ്ടല്ലോ. ഈ ഹബീബിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഹബീബിനെ ഒന്ന് ഓർത്തിട്ടുണ്ടോ? ഈ തങ്ങളെ ഒന്ന് നമ്മൾ ഓർത്തിട്ടുണ്ടോ? രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഈ സമയം വരെ ഓർത്തിട്ടുണ്ടോ? ഇനി കേൾക്കണോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഒരിക്കൽ സ്വഹാബാക്കളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് നബി തങ്ങൾ ഒരു ഖബർസ്ഥാനിലേക്ക് കടന്നു ചെല്ലുന്നത്. ഖബർസ്ഥാനിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. എന്നിട്ട് ഖബറിന്റെ അടുത്ത് നിന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ദുആ ചെയ്യുന്നുണ്ട്. വദിത്തു, ഞാൻ കൊതിച്ചു പോവുകയാണ്, ഞാൻ എന്റെ സഹോദരങ്ങളെ കണ്ടിരുന്നുവെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്, എന്റെ സഹോദരങ്ങളെ കണ്ടിരുന്നുവെങ്കിലെന്ന് ഞാൻ കൊതിച്ചു പോവുകയാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖബറിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ദുആ ചെയ്യുമ്പോഴാണ് ഒരു സ്വഹാബി ആ വഴിയിലൂടെ കടന്നു വരുന്നത്. ഇഷ്തഖ്തു ലി ഇഖ്വാനി, എന്റെ സഹോദരങ്ങളെ കാണാൻ എനിക്ക് പൂതിയുണ്ട്, എന്റെ സഹോദരങ്ങളെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എന്റെ സഹോദരങ്ങളെ കാണണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. ഇഷ്തഖ്തു ലി ഇഖ്വാനി, എന്റെ സഹോദരങ്ങളെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോഴാണ് സ്വഹാബി ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അവലസ്നാ ഇഖ്വാനുക യാ റസൂലല്ലാഹ്, നബിയേ, ഞങ്ങൾ അങ്ങയുടെ സഹോദരങ്ങളല്ലേ നബിയേ, ഞങ്ങൾ അങ്ങയുടെ സഹോദരങ്ങളല്ലേ, ഞങ്ങളെ കാണുന്നുണ്ടല്ലോ, പിന്നെ ആരെക്കുറിച്ചാണ് എനിക്കെന്റെ സഹോദരങ്ങളെ കാണാൻ പൂതിയുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞത്? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ എന്റെ സഹോദരങ്ങളല്ല, നിങ്ങൾ എന്റെ സ്വഹാബാക്കളാണ്, നിങ്ങൾ എന്റെ ഫോളോവേഴ്സ് ആണ്, നിങ്ങൾ എന്റെ അനുചരന്മാരാണ്, നിങ്ങൾ എന്റെ സഹോദരങ്ങളല്ല. പിന്നെ ആരെക്കുറിച്ചാണ് നബിയേ നിങ്ങൾ സഹോദരങ്ങൾ എന്ന് പറഞ്ഞത്? ആരെക്കുറിച്ചാണ് നബിയേ? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബയോട് പറഞ്ഞു കൊടുക്കുന്നത്, ഞാൻ എന്റെ സഹോദരങ്ങളെ കാണണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ചത് ഇനി വരാനിരിക്കുന്ന എന്റെ മരണശേഷം വരാനിരിക്കുന്ന ആളുകളെ കുറിച്ചാണ്. എന്റെ ശേഷം വരാനിരിക്കുന്ന ആളുകളെ കുറിച്ച് ഞാൻ പറഞ്ഞത്. ആരാ? നമ്മളെ കുറിച്ച്. എനിക്ക് എന്റെ വഫാത്തിന്റെ ശേഷം വരാനിരിക്കുന്ന എന്റെ ഉമ്മത്തിനെ, എന്റെ സമുദായത്തെ കാണാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അവരെ ഓർത്തിട്ട് ഞാൻ കരയാണ്. നമ്മളെ ഓർത്തിട്ട് ജീവിതത്തിന്റെ അവസാന ഭാഗത്ത് അല്ലാഹുവിന്റെ ഹബീബ് കരഞ്ഞു പോയിട്ടുണ്ട്. എനിക്കവരെ കാണാൻ പറ്റാത്തതിലുള്ള വിഷമമാണ് ജീവിതത്തിന്റെ അവസാന സമയങ്ങളിൽ ഖബർസ്ഥാനിലേക്ക് ഏകാന്തനായി ചെന്ന് നമ്മെ ഓർത്ത് അല്ലാഹുവിന്റെ ഹബീബ് കരഞ്ഞത്. നമ്മൾക്കൊരു സമയമെങ്കിലും ആ ഹബീബിനെ ഓർത്ത് കരയാൻ സമയം കിട്ടിയിട്ടുണ്ടോ? ആ ഹബീബിനെ ഒന്ന് ഓർക്കാൻ സമയം കിട്ടിയിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർക്കാൻ സമയം കിട്ടിയിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പറയുന്നുണ്ട്, എല്ലാ ആളുകൾക്കും, എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു തആല ദുആ ചെയ്യാൻ ഒരു സമ്മതം കൊടുക്കുന്നുണ്ട്. എല്ലാ പ്രവാചകന്മാർക്കും ഒരു ദുആ അല്ലാഹു നൽകുന്നുണ്ട്. ആ ദുആ ചെയ്താൽ ഉത്തരം കിട്ടുമെന്ന് ഉറപ്പാണ്. ആ ദുആയിന് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പാണ്. അങ്ങനെ ഒരു ദുആ എല്ലാ നബിമാർക്കും കൊടുത്തിട്ടുണ്ട്. ലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ, എല്ലാ നബിമാർക്കും അല്ലാഹു ഉത്തരം നൽകുന്ന ഒരു പ്രാർത്ഥന നൽകുന്നുണ്ട്, ഉത്തരം നൽകുന്ന ഒരു പ്രാർത്ഥന.
പക്ഷേ എല്ലാ അമ്പിയാക്കളും അവരവരുടെ ആ കാലഘട്ടത്തിൽ തന്നെ ദുആ ചെയ്ത് ആ പ്രാർത്ഥന തീർത്തപ്പോ ഞാൻ എന്റെ ദുആഇനെ വഉരീദു അൻ അഖ്തബിഅ ദഅവതി, എന്റെ പ്രാർത്ഥനയെ ഞാൻ മഹ്ശറയിലേക്ക് വേണ്ടി എടുത്തു വെക്കുകയാണ്. ഞാൻ ഇവിടെ ദുആ ചെയ്യുന്നില്ല. ആദം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. ആദം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. ഈസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. മുമ്പിൽ വന്നിട്ട് കയറിയിരിക്കണം. സമയമായി, കുറച്ച് സമയമുള്ളൂ. ഒന്നെല്ലാവരും മുമ്പിൽ ഇരുന്നോളൂ. എനിക്കൊന്ന് ക്ലാരിറ്റി കൊടുക്കും ശബ്ദത്തിന്. ഇത് മോണിറ്റർ അല്ലല്ലോ, പുറത്തു വെക്കുന്ന ബോക്സ് അല്ലേ. ഇത് മോണിറ്റർ അല്ലല്ലോ, പുറത്തു വെക്കുന്ന ബോക്സ് അല്ലേ. ഇതൊന്നല്ലേ ഉള്ളൂ, ഇതൊരു 4 വെക്കണം. നിങ്ങൾ പറയും ഇന്നലെ എന്ന് പറഞ്ഞിട്ടില്ലേ? ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. എനിക്ക് റമദാൻ പെരുന്നാൾ വരെ ദിവസവും പരിപാടിയാണ്. പെരുന്നാൾ വരെ റമദാനിൽ 3 പരിപാടിയൊക്കെയാണ്. ഒരു സ്ഥലത്തൊരു മൈക്ക് പറ്റിച്ച പിന്നെ 2-3 ആഴ്ച ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടി വരും. ഇന്നലെ പ്രസംഗിച്ചിട്ടുണ്ട്, മിഞ്ഞാന്നും പ്രസംഗിച്ചിട്ടുണ്ട്. ഇന്ന് മഗ്‌രിബ് മുതൽ ഇത് 12 മണി വരെ പ്രസംഗിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരു ഡിമാൻഡില്ല. ഞാനത് മാങ്ങിക്കോട്ടെ, പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഡിമാൻഡ് ഇന്നതാണ്. അപ്പൊ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. എന്നല്ലെങ്കിൽ ശബ്ദം നാളേക്ക് ഉണ്ടാവില്ല. മറ്റന്നാൾ വലിയൊരു പരിപാടി, നമ്മുടെ സ്ഥാപനം സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി മാലിക് ദിനാറിൽ വരുന്നുണ്ട് 27-ാം തീയതി. പരിപാടി ഞാനേ ഉള്ളൂ പ്രസംഗിക്കാൻ. അപ്പൊ അവിടേക്ക് പ്രസംഗത്തിന് സൗണ്ട് ഇല്ലെങ്കിൽ അവർ ചെലവഴിച്ച ഈ ചെലവും അവർ എല്ലാം നഷ്ടത്തിലാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ക്ഷണിക്കാൻ നമ്മുടെ സ്ഥാപനത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥികളായ ഇമാമ സംഘടിപ്പിക്കുന്ന ഒരു പ്രൗഢമായ ഒരു പരിപാടിയാണ്. 27-ാം തീയതി വെള്ളിയാഴ്ച മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് മക്കാമിൽ സിയാറത്ത് ചെയ്ത് അവിടെയുള്ള മുസ്ലിം ഗ്രൗണ്ടിൽ വളരെ വിപുലമായി നടത്താൻ നിങ്ങളൊക്കെ വരണം ഇൻഷാ അല്ലാഹ്. പരിശുദ്ധമായ ഖുർആനിന്റെ ആഴങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള വളരെ വിശാലമായ ഒരു വിഷയം ഇവിടെ ചർച്ച ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ലികുല്ലി നബിയിൻ ദഅവത്തും മുസ്തജാബ. എല്ലാ അമ്പിയാക്കൾക്കും അല്ലാഹു ദുആ ചെയ്യാൻ ഉത്തരം നൽകുന്ന ഒരു ദുആ നൽകിയിട്ടുണ്ട്. ലികുല്ലി നബിയിൻ ദഅവത്തും മുസ്തജാബ. എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു ഒരു പ്രാർത്ഥന നൽകിയിട്ടുണ്ട്. ആ പ്രാർത്ഥന ദുആ ചെയ്താൽ ഉടനെ തന്നെ അല്ലാഹു ഉത്തരം നൽകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്. ഉടനെ ഉത്തരം ചോദിച്ചാൽ മതി, ഉത്തരം നൽകാമെന്ന് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. പക്ഷേ എനിക്കും അങ്ങനെ ഒരു ദുആ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ഞാൻ ആ ദുആഇനെ ദുനിയാവിൽ ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിക്കണമായിരുന്നു എവിടെ? ചെറുപ്പക്കാരാ കേൾക്കണം ഇത്. മക്കക്കാരായ മുശ്രിക്കീങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിനെ വളരെ ക്രൂരമായി മർദ്ദിക്കുകയും അടിക്കുകയും അല്ലാഹുവിന്റെ ഹബീബിനെ മക്കയിൽ ജീവിക്കാൻ അനുവദിക്കാതെ ആകെ താങ്ങും തണലുമായിരുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ലോകത്തോട് വിട പറഞ്ഞപ്പോ ഇനി ഒന്ന് സംരക്ഷിക്കാൻ താങ്ങും തണലുമായി നിൽക്കാൻ ഒരാളില്ലാതെ വളരെ പ്രയാസപ്പെടുമ്പോഴാണ് നബി തങ്ങൾ തന്റെ കുടുംബക്കാരായ ത്വായിഫിലേക്ക് കടന്നു പോകുന്നത്. ഒരുപാട് കുടുംബക്കാര് താമസിക്കുന്ന ത്വായിഫിലേക്ക് കടന്നു പോകുന്നത്. അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവല്ലാതെ ഒരു ദൈവമില്ല എന്നും മുഹമ്മദ് റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ പ്രവാചകനാണെന്നും പറഞ്ഞു. ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ്. അല്ലാഹു ഏകനായ ഇലാഹാണ്. അല്ലാഹുവല്ലാതെ മറ്റൊരു ദൈവമില്ല. അല്ലാഹു ഏകനായ ദൈവമാണ്. നിങ്ങളുടെ ലാത്തയോ നിങ്ങളുടെ ഹുസ്സയോ നിങ്ങളുടെ മനാത്തയോ നിങ്ങൾ വിശ്വസിച്ചു പോവരുത്. അല്ലാഹുവാണ് ലോകത്തിന്റെ സൃഷ്ടാവ്. അല്ലാഹുവാണ് ഈ ലോകത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഏകനായ റബ്ബിനെ മാത്രമേ നിങ്ങൾ സാഷ്ടാംഗം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബിനെതിരെ ക്രൂരമായ ആക്ഷേപങ്ങൾ എറിഞ്ഞുവിട്ട ആളുകൾ, ഹബീബിനെതിരെ കല്ലെറിഞ്ഞവർ, ഹബീബിനെ ആക്ഷേപിച്ചവർ, ഹബീബിനെ ചീത്ത വിളിച്ചവർ, ഹബീബിനെ മർദ്ദിച്ചവർ, നടക്കാൻ കഴിയാതെ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിന്റെ മണലാരുണ്യത്തിലൂടെ മുടന്തി നടന്നിട്ട് ഹബീബ് താഴെ വീഴുകയാണ്. ആരാണ് ഈ താഴെ വീഴുന്നത്? ദീനുൽ ഇസ്ലാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ വ്യഭിചരിക്കരുത്, ഹറാമ് കാണരുത്, ഹറാമ് ചെയ്യരുത്, ഹറാമ് തിന്നരുത്, കുടുംബബന്ധം വിച്ഛേദിക്കരുത്, കൊലപാതകങ്ങൾ നടത്തരുത്, അയൽവാസിയെ വേദനിപ്പിക്കരുത്. ഇതല്ലേ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആശയം? ഇതാണല്ലോ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തെ പാവപ്പെട്ട മുസ്ലിമീങ്ങളായ ആളുകൾ ഇന്നും ലോകത്ത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആശയങ്ങൾ ഇതാണല്ലോ. ഒരാളെയും അവിഹിതമായി
അന്യായമായി ഒരാളുടെ സമ്പത്ത് അപഹരിക്കാൻ പാടില്ല, ഒരാളെയും ആക്രമിക്കാൻ പാടില്ല, മറ്റൊരാളെ കുറിച്ച് പരദൂഷണം പറയാൻ പാടില്ല, മറ്റൊരാളെ കുറിച്ച് ആരോപണം പറയാൻ പാടില്ല, ഒരാളുടെ രക്തവും ചിന്താൻ പാടില്ല, ഒരു ദുർഹം പോലും മോഷ്ടിക്കാൻ പാടില്ല. ഇങ്ങനെ മനോഹരമായ ആശയം സമുദായത്തിന്റെ മുന്നിൽ ഏൽപ്പിച്ച ഈ പരിശുദ്ധ ദീനിനെതിരെയാണല്ലോ ആക്ഷേപങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവരെയാണല്ലോ പാകിസ്ഥാനിലേക്ക് പറഞ്ഞേക്കുന്നത്, ഇവരെയാണല്ലോ ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകാൻ പറയുന്നത്, ഇവരെയാണല്ലോ ഇല്ലാത്ത ബീഫിന്റെ പേരിൽ കൊലപാതകങ്ങൾ നടത്തുന്നത്, ഇവരെയാണല്ലോ പള്ളിയിൽ കയറി കൊലപാതകങ്ങൾ നടത്തുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു വലിയവനാണ്, അല്ലാഹു വലിയവനാണ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല, അല്ലാഹുവിന്റെ ഹബീബ് അല്ലാഹുവിന്റെ പ്രവാചകനാണ്, നിസ്കാരത്തിലേക്ക് വരണേ, വിജയത്തിലേക്ക് വരണേ എന്ന് പറഞ്ഞ പാവപ്പെട്ട മുഅദ്ദിനിന് പോലും പള്ളിയുടെ റൂമുകളിൽ, പള്ളിയുടെ മുറികളിൽ കിടന്നുറങ്ങാൻ പോലും സ്വൈര്യമില്ലാത്ത, സമാധാനമില്ലാത്ത കാലത്ത് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് ഇസ്ലാമിനെതിരെ നിങ്ങൾ ആക്ഷേപമുണ്ടാക്കുന്നത്? തെറ്റ് കാണിച്ചു തരട്ടെ, തെറ്റ് കാണിച്ചു തരട്ടെ. എന്ത് തെറ്റിന്റെ പേരിലാണ് ഇസ്ലാമിനെതിരെ ആക്ഷേപങ്ങൾ ഉണ്ടാക്കുന്നത്? ഇന്ത്യ മഹാരാജ്യത്ത് നടന്ന 100 കണക്കിന് സ്ഫോടനങ്ങളുടെ കഥകൾ, ഭീകരവാദങ്ങളുടെ, തീവ്രവാദങ്ങളുടെ, വർഗീയ ലഹളകളുടെ കഥകൾ എടുത്തു നോക്കുമ്പോ ഏതെങ്കിലും ഒന്നിൽ മുസ്ലിമീങ്ങൾ ഉൾപ്പെട്ടതാണോ നിങ്ങൾ ഇസ്ലാമിനെ ഇന്ത്യയിൽ നിന്ന് അടിച്ചോടിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നത്? 100 കണക്കിന് വർഗീയ ലഹളകൾക്ക് നിങ്ങൾ തന്നെ നേതൃത്വം നൽകി ഏതെങ്കിലും ഒന്നിൽ മുസ്ലിം നാമധാരികൾ പെട്ടുപോയതിന്റെ പേരിലാണോ നമ്മളെ രാജ്യദ്രോഹികളാക്കി മുദ്രകുത്താൻ നിങ്ങൾ ശ്രമിക്കുന്നത്? ഒന്നേ പറയാനുള്ളൂ, എത്ര ശ്രമിച്ചാലും, എത്ര നിങ്ങൾ അധ്വാനിച്ചാലും, പക്ഷെ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്ന ഭൂമിയുണ്ടല്ലോ, അരുത് കാട്ടാള, അരുത്. സല്ലപിക്കുന്ന ഇണക്കിളികളെ വേട്ടയാടി അതിന്റെ രക്തം വീണ് ഇന്ത്യ മഹാരാജ്യത്തിന് കളങ്കമേൽപ്പിക്കരുത് എന്ന് പറഞ്ഞ സംസ്കാരമുള്ള ഭൂമിയാണിത്. ഈ ഭൂമിയിൽ ഇതിന്റെ അവസാനം വരെയുള്ള ഹൈന്ദവ സഹോദരങ്ങൾ മതത്തെയും മുസ്ലിമീങ്ങളെയും മറ്റുള്ള മതങ്ങളെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അവരുള്ള കാലത്തോളം നിങ്ങളുടെ ആരോപണങ്ങൾ വിലപ്പോവൂല എന്ന് ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായി തന്നെ ഉണർത്തട്ടെ. നിർത്തുന്നതാണ് നല്ലത്. ആവശ്യമില്ലാതെ വർഗീയ ലഹളകൾ ഉണ്ടാക്കി എന്താണ് ഇവിടെ നേടാൻ പോകുന്നത്? എന്തുമാവട്ടെ, അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലം മുതൽ തന്നെ മുസ്ലിമീങ്ങൾ നേരിട്ട പ്രയാസങ്ങൾ ഇങ്ങനെയാണ്. ഇസ്ലാം തുടങ്ങിയത് ഇങ്ങനെയാണ്, പ്രയാസങ്ങളിലൂടെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയതിന്റെ പേരിൽ സുമയ്യ ബീവിയെ കൊന്നിട്ടില്ലേ? ബിലാൽ തങ്ങളെ മർദ്ദിച്ചിട്ടില്ലേ? ഹുബൈബ് തങ്ങളെ തൂക്കിലേറ്റിയിട്ടില്ലേ? സിദ്ദീഖ് തങ്ങളെ ബോധം കെടുത്തിയിട്ടില്ലേ? ഹബീബിനെ വധിക്കാൻ 100 ഒട്ടകങ്ങൾ സമ്മാനം പ്രഖ്യാപിച്ചിട്ടില്ലേ? എന്ത് തെറ്റു ചെയ്തു എന്ന് ചോദിച്ചാൽ അവർക്ക് കൈമലർത്തുക എന്നതല്ലാതെ പറഞ്ഞത് മറുപടി പറയാൻ പറ്റുക? എന്ത് മറുപടി പറയാൻ പറ്റുക? ഇന്നും അങ്ങനെയാണല്ലോ. എന്ത് മറുപടി പറയാൻ പറ്റുക? ഒന്നുമില്ല. പിന്നെ ഇവിടെ വർഗീയ കാർഡ് കളിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന അത്രയേ ഉള്ളൂ. അത് പ്രബുദ്ധരായ ഇന്ത്യ